എന്റെ പൊന്നെ രേണുസുതി തീപ്പൊരി. രേണുസുതി വന്നപ്പോഴേ പറഞ്ഞു ഞാൻ ഫ്ലവർ അല്ലടാ ഫയർ ആടാന്ന്. അതെ, അതുപോലെ തന്നെ ഫയറാണ്. അനീഷിനെ കൊന്നുവിട്ട്. അയ്യോ, അനീഷ് ആ വീട്ടിലെ രേണുസുതിയുടെ അടുത്ത് ഒന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, പുതിയ കാർഡ്, വുമൺ കാർഡ്, വിക്ടിം കാർഡ്, വിധവ കാർഡിന് പുറമെയായി ഇന്നൊരു സുതി കാർഡും കൂടെ പ്രയോഗിക്കുന്നുണ്ട് രേണുസുതി. ആ സുതി കാർഡിൽ വീട്ടുകാർ മൊത്തം രേണുസുതിയുടെ കൂടെയാണ്. എന്തായാലും അനീഷിന് രാവിലെ നല്ല വൃത്തിക്ക് നല്ല കൃത്യമായി രേണുസുതിയുടെ വായിന്ന്, അനുമോളുടെ വായിന്ന്, അതുപോലെ വീട്ടുകാരുടെ എല്ലാവരുടെയും വായിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒനിയൽ സാബുവും റെനയും കൂടെ ഉള്ള അടിയും ഇപ്പൊ ലൈവിൽ കഴിഞ്ഞു. പിന്നീടാണെന്ന് തോന്നുന്നു എനിക്ക് ഈടാണു എന്നൊക്കെ വിളിക്കുന്നത്. പക്ഷെ എൻ്റെ പൊന്നെ, അത്രമാത്രം അടിയാണ് ഇപ്പൊ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ എഴുന്നേറ്റ് വന്നാലേ പറ്റത്തുള്ളൂ, വരാൻ പറ്റണ്ടേ, അത്രമാത്രം കണ്ടന്റ് ആണ്. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് മോർണിംഗ് 9:30 വരെയുള്ള അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. അപ്പോൾ മുൻഷി എന്ത് ചെയ്യുന്നു? ഉറങ്ങാതെ ഇരുന്ന് നേരം വെളുപ്പിക്കുന്നുണ്ട്. ഇവരുടെ പ്ലാനുകളൊന്നും നടങ്ങുന്നില്ല. മുൻഷി ഉറങ്ങുന്നില്ല, നേരം വെളുക്കുന്നു. ഒരു മധുര കിനാവിൻ ലഹരിയിലെന്നു കുടമുല്ല പോയിരിഞ്ഞു. ഈ പാട്ടാണ്. രേണുസുതി രാവിലെ തന്നെ കണ്ണാടി നോക്കിയിട്ട് അമ്മയുടെ പൊന്നെ, അമ്മയുടെ ആത്മാവേ, എനിക്ക് തിരിച്ച് വീട്ടിൽ വരണോടാ, നിന്നെ കാണണോടാ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. പിന്നീടാണ് ഷാനവാസ് ബിൻസിയുടെ അടുത്തും ഷൈത്യയുടെ അടുത്തൊക്കെ പോയിട്ട് ഞാൻ അങ്ങനെ അല്ല, ഫസ്റ്റ് ദിവസം നിങ്ങളെ വിശ്വസിച്ചില്ല, സെക്കൻഡ് ദിവസം എനിക്ക് വിശ്വാസമായി എന്നൊക്കെ പറഞ്ഞ് ആ ടോപ്പിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അനു കുളിച്ചിട്ട് ഇറങ്ങി വരുമ്പോഴാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത്. അടി ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. അനു മൈക്കിന്റെ ബാറ്ററി മാറ്റുക, ബാറ്ററി. അപ്പോഴത്തേക്കും അനീഷ്, ഇവളല്ലെങ്കിലും ഒരു നേരത്തും എടുത്ത് മാറ്റത്തില്ല, ഇവള് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തവളാണ്, നീ ആദ്യം മുകളിൽ നിന്ന് താഴെ ഇറങ്ങടി, സെലിബ്രിറ്റി ആയിട്ട് നടക്കല്ലേ, നീ ആകാശത്ത് നീ താഴെ ഭൂമിയിൽ ചവിട്ടി ഇറങ്ങ്, നിനക്ക് നിയമം അറിഞ്ഞൂടെങ്കിൽ നിന്നെ ഞാൻ പഠിപ്പിക്കാം. അപ്പൊ അനുമോള്, നിങ്ങൾ ആരെൻ്റെ അച്ഛനോ എന്നെ പഠിപ്പിക്കാൻ? എനിക്ക് മാതിരി ശീലമൊന്നുമില്ല രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ വഴക്കുണ്ടാക്കാൻ, കേട്ടോ. നിങ്ങളെ കാര്യം നോക്കിപ്പോ, എടി നീ താഴെ ഇറങ്ങി വാ, നീ താഴെ ഇറങ്ങി വന്ന് നിന്നെ ഞാൻ പഠിപ്പിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പഠിപ്പിക്കാം, എനിക്കത് കാണണമല്ലോ. നിങ്ങൾ ആരെ, ബിഗ് ബോസോ? ഇവിടെ നിങ്ങൾ പറഞ്ഞെന്ന് അനുസരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, എനിക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങൾ പറഞ്ഞെന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, എനിക്ക് പഠിക്കാൻ നല്ല വൃത്തിയായിട്ട് അറിയാം. ഈ മൈക്കിന്റെ ബാറ്ററി ഞാൻ ഇപ്പോൾ ആദ്യം വരാൻ എടുക്കാതിരിക്കുന്നത്, ഞാൻ എപ്പോഴും എടുത്തോണ്ടെന്ന് എല്ലാവർക്കും കൊടുക്കുന്നതാണ്. എനിക്കിന്ന് വരെ ആരും എടുത്തോണ്ട് തന്നിട്ടില്ല. അനീഷ് ആ ടോപ്പിക്ക് ഇന്ന് വിടുന്നേ ഇല്ല, പിടിച്ചോണ്ടിരിക്കുന്നത്. നീ താഴെ ഇറങ്ങി വാടി, നീ താഴെ ഇറങ്ങി വാ, നീ താഴെ മണ്ണിൽ ചവിട്ടി നടക്ക്. നവിന് ഇതിൻ്റെ ഇടയിൽ കൂടെ കോമഡി, കേട്ടോ. താൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ തൻ്റെ മുട്ടുള്ള തേയ്മാനം വരും. ഒരു തേയ്മാനവും വരില്ല. ഞാൻ കർഷകനാണ്, പണിയെടുക്കുന്നവനാണ്, അങ്ങനെ വേഗമൊന്നും എൻ്റെ മുട്ടിന് ഒരു തേയ്മാനവും പറ്റത്തില്ല. അപ്പം ഞാൻ പഠിപ്പിക്കുമടി നിന്റെ നിയമങ്ങൾ, ഞാൻ പഠിപ്പിക്കും. അപ്പം ഞാൻ പഠിച്ചോളാം, നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട, കേട്ടോ. എൻ്റെ അച്ഛനൊന്നും അല്ലല്ലോ കൂടുതൽ പഠിപ്പിക്കണ്ട. എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ എൻ്റെ ചേട്ടനോ എൻ്റെ ലവറോ എൻ്റെ ഭർത്താവോ ഒന്നും അല്ലല്ലോ നിങ്ങൾ. അപ്പം എന്നെ പഠിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട. അടുത്ത് ഈ അടി തീരുന്നു, ഭയങ്കര വലിയ അടിയാണ്. ഇത് ഒരറ്റത്തു നിന്ന് തീർന്നിട്ട് അടുത്ത് ബാത്റൂമിനകത്ത് എന്തോ പൈപ്പ് എന്തോ പൊട്ടുകയൊക്കെ ചെയ്യുന്നു. ബാത്റൂം ടീമിൻ്റെ എന്താ ഇതാണിത്, ശ്രദ്ധയില്ലായ്മയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഒരു അലപ്പലയ്ക്കുന്നുണ്ട്. അതിനുശേഷമാണ് അനുമോള്, ബിൻസി, ആദില, നൂറൊക്കെയിരിക്കും. അനുമോള് പറഞ്ഞു, എനിക്ക് എൻ്റെ ദേഷ്യം എന്ന പ്രാന്തെടുത്തിരിക്കുകയാണ്, എനിക്ക് ദേഷ്യം ഞാൻ വല്ലയിടത്ത് ഞാൻ തലമണ്ട മാറി അടിച്ചു കളയും എന്ന് പറയുന്നു. കുറച്ച് കഴിഞ്ഞ് രേണു എന്ത് ചെയ്യുന്നു, ലിവിങ് റൂമിൽ പോയിട്ട് ബീൻ ബാഗിൽ കിടന്ന് ഇങ്ങനെ കണ്ണ് അടയ്ക്കുന്നുണ്ടോ എന്തോ കാണിക്കുന്നില്ല, ആ സീൻ കാണിക്കുന്നില്ല ലൈവില്, അടി നടക്കുന്ന പോലാണ് കാണിക്കുന്നത്. അപ്പൊ രേണുവിൻ്റെ അടുത്ത്, നീ കണ്ണടച്ച് എന്തിനടി, നീ എന്തിനാണ് കണ്ണടച്ച? അപ്പൊ രേണു അഭിശ്രീ ചാടി വരുമ്പോൾ, നീ നീ പോ അനീഷേ, നീ എൻ്റെ അടുത്ത് നിൽക്കാതെ നീ പോ, നീ എൻ്റെ അടുത്ത് നീ വന്നു, നീ ഇവിടെ നിന്ന് പോ. റെനു ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല, പട്ടി കുരയ്ക്കാൻ ഞാൻ അനുവദിക്കില്ല. പക്ഷെ രേണുവിന്റെ വായി പോയി അനീഷ് ചാടി വീണതാണ്. അനീഷ് ഇത്ര സൗണ്ടും രേണു ഇങ്ങനെയും നല്ല രീതിക്ക് രേണു കീറി വിട്ടു. നല്ല വൃത്തിക്ക് രേണുവിന്റെ വായിരിക്കുന്ന മുഴുവൻ കേട്ടു. വീണ്ടും അപ്പൊ എല്ലാവരും ഓടിക്കൂടി, എന്താണ് തന്റെ പ്രശ്നം, എന്താണ്? അപ്പൊ റെനു ഉറങ്ങി, എടോ എൻ്റെ പേര് രേണു എന്നാണ്, എൻ്റെ പേര് രേണു എന്നാണ്, താൻ എന്നെ അങ്ങനെ വിളിച്ചു, തനിക്ക് എന്താണ് പ്രശ്നം? ഞാൻ എപ്പോൾ ഉറങ്ങി, ഞാൻ എപ്പോൾ കണ്ണടച്ചു? പട്ടി ഇവിടെ കുറച്ചില്ലല്ലോ. പട്ടി കുരയ്ക്കാതിരിക്കാനാണ് ഞാൻ പിറകെ നടക്കുന്നത്. രേണുവിനെ ഇവിടെ റെനുവിനെ ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. റെനു, എടോ ഞാൻ ഉറങ്ങിയിട്ടില്ല, താൻ എൻ്റെ രേണുവാണെങ്കിൽ അടി എപ്പോൾ വേണമെങ്കിലും കാരണം കുട്ടിക്ക് പൊട്ടിക്കാം. ആ അവസ്ഥയിലാണ് രേണു അത്രമാത്രം കലിയോടുകൂടി. നിന്നെ ഞാൻ പഠിപ്പിക്കും, നിയമങ്ങൾ അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പഠിപ്പിക്കും. അപ്പൊ അനു, വാ നീ വാ എന്നെ പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫേസ് ടു ഫേസ് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴത്തേക്കും ഉടനെ ഇതാ എൻ്റെ, അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോഴത്തേക്കും ഇവൻ വിളിക്കുകയാണ്, നമ്മുടെ അനീഷ്, രേണുമോളെ, എടാ നീ എന്നെ മോളെ കോളെ എന്ന് വിളിക്കുക, അതാ അനുമോളുണ്ട്, ഞാൻ രേണു സുധി എന്ന് വിളിച്ചാൽ, അത് വേണ്ട സുധി എന്ന് വിളിക്കണ്ട, നീ രേണു എന്ന് വിളിച്ചാൽ, ഇതാ കണ്ടോ മൈക്കിൽ എഴുതി വെച്ചേക്കുന്നത് രേണു എന്നാണ്, രേണു എന്ന് നീ എന്നെ വിളിച്ചാൽ മതി. അപ്പോഴത്തേക്കും അനീഷ്, ഓ ഈ രേണു സുധി അല്ല, ആരാണ് ഈ സുധി? എന്റെ പൊന്നെ, രേണുവിന് കിട്ടിയ ബെസ്റ്റ് ചാൻസ് അല്ലേ, രേണു കളയോടാ, ആ പേര് തൊട്ട് നീ കളിക്കരുത്, അപ്പൊ എല്ലാരും ഉണ്ട് അവിടെ വീട്ടിലെ എല്ലാരും. അനീഷിന് രേണുവിനെ പേടി, അവളുടെ ശബ്ദം ഉയർന്നത് അപ്പൊ കണ്ടോ അനീഷ് മിണ്ടാതിരിക്കുന്നത്. അപ്പൊ അനീഷ് പറഞ്ഞു, എന്നെക്കാൾ കൂടുതൽ സൗണ്ട് ഉണ്ടെന്ന് കരുതി എന്റെ മോളിൽ കയറാന്ന് വിചാരിക്കല്ലേ രേണു. അപ്പോഴത്തേക്കും രേണു, നീ ഇപ്പൊ എന്തോന്ന് പറഞ്ഞത്, നീ ഈ പേര് തൊട്ട് കളിക്കണ്ട. അപ്പൊ അപ്പാനി, ആദിലാനൂറ, ഷാനവാസ്, അനുമോൾ, അതെ ആ പേര് തൊട്ട് കളിക്കണ്ട കേട്ടല്ലോ, താൻ കൂടുതൽ അനാവശ്യമായിട്ടുള്ള കാര്യം പറയരുത്. അപ്പൊ രേണു, എടാ നാണം കെട്ടവനെ, ബിഗ് ബോസ് ഇവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്ക്, എനിക്ക് ഇവിടെ സഹായിക്കട്ടെ എന്റെ കർത്താവേ, ഇവിടെ ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയായാലും ഇവനെ കൊണ്ട്, ഇവിടെ ഏത് നേരത്തെ ഇവൻ ഇങ്ങോട്ട് കയറി വിട്ടത്, ഇവനെ കൊണ്ട് ഒരു സ്വസ്ഥത. നീ മാറുമല്ലോ, 2 ദിവസം കഴിയുമ്പോൾ ക്യാപ്റ്റൻ ഇവിടെ നിന്ന് മാറുമല്ലോ. ഞാൻ മാറില്ല, എല്ലാ ആഴ്ചയും ഞാൻ തന്നെയായിരിക്കും ഇവിടുത്തെ ക്യാപ്റ്റൻ, ഞാൻ തന്നെയാണ് നിങ്ങളെ എല്ലാവരെയും ഞാൻ പഠിപ്പിക്കും, നിയമങ്ങൾ ഞാൻ തെറ്റിക്കാൻ അനുവദിക്കില്ല. എൻ്റെ പൊന്നെ, വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ പൂട്ടാൻ രേണു സുധിയെ കൊണ്ടേ പറ്റൂ. അതിന്ന് സുഖമായിട്ട് എല്ലാവരും അനീഷിനെ എടുത്തിട്ട് കളിയാക്കുന്നില്ല. എവിടെ പോയി അനീഷിന്റെ നാക്ക്, എവിടെ പോയി? രേണു സുധീരെ മുന്നിലൊന്നും പറയാൻ പറ്റുന്നില്ലേ? എവിടെ പോയി അനീഷ്, നിന്റെ നാക്ക്? എല്ലാവരും അനീഷ് മിണ്ടുന്നുണ്ട്, പക്ഷെ രേണുവിന്റെ ഭയങ്കര ബാസ് സൗണ്ടാണ്. രേണു നമ്മുടെ മാർക്കറ്റിലെ ടോക്ക് ഉണ്ടല്ലോ, മീൻസ് നമ്മൾ ഈ മീനൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ഒരു വഴക്കൊക്കെ കാണുമല്ലോ ഈ സിനിമകളിലൊക്കെ, അതേ സാധനം എടുത്ത് അനീഷിന്റെ നേർക്ക് എറിയുവാണ്. പിന്നെ സുധിക്കാരുടെ കൂടെ ഇറക്കുന്നുണ്ട്. അനീഷ് തീർന്ന്, അനീഷിനൊന്നും പറയാൻ പറ്റുന്നത്. എന്നിട്ട് രേണു, ഞാൻ ഉറങ്ങും, നീ എന്തോ ചെയ്യൂടാ എന്നെ, നീ എന്നെ എന്തോ ചെയ്യും, എനിക്ക് കാണും, ഞാൻ നിയമങ്ങൾ പഠിപ്പിക്കും, നീ പഠിപ്പീര്, എനിക്ക് കാണണം, നീ എന്നെ പഠിപ്പിക്കുന്നത് എനിക്ക് അറിയണം. ഇങ്ങനെ എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല. ഇതേ സമയം ഒനിയലും റെനയും കൂടി അടുക്കളയിൽ വഴക്ക് കിടക്കുകയാണ്. എന്തിന്റെ പേരിലാണ് വഴക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയണം. എന്തോ ഉപ്പോ പഞ്ചസാര എന്തോ ഇടാൻ പറഞ്ഞെന്നോ, തക്കാളി ഇടാൻ പറഞ്ഞെന്നോ എന്തോ പറഞ്ഞിട്ട്, അപ്പൊ നീ വെറും കീടാണുമാണ്, റെസ്പെക്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംസാരം. ഇത് ഒരിടത്തും എത്തിയിട്ടില്ല. അനീഷ് എല്ലാവരെയും വെറുപ്പിച്ച് അനീഷിനെ ആർക്കും കണ്ടുകൂടാതാക്കിയിട്ടിരിക്കുകയാണ്. എടാ ഞാൻ ചോദിക്കട്ടെ, അനീഷ് ആരാണ്? ജയിൽ വാർഡനാണ്? ക്യാപ്റ്റൻസിയൊക്കെ ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം, പക്ഷെ ഇത്തിരി കൂടിപ്പോയി. ക്യാപ്റ്റൻസി വരുമ്പോഴത്തേക്കും ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ബിഗ് ബോസ് വീട് കൊണ്ടുപോകണത്. പക്ഷേ ഇത് വാർഡൻ അല്ല, കുറച്ച് കൂടി പോകുന്നുണ്ടോ എന്നൊരു സംശയം. അതിനുശേഷം എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുവാണ്. ഈ ഒനിയിലും അതുപോലെ റെനയായിട്ടുള്ള വഴക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റീസൺ എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് അറിഞ്ഞിട്ടില്ല. അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. അപ്പൊ അതുവരേക്കും ബൈ.